Hi everyone, welcome back to a new video and a new topic. The topic that we are going to discuss in this video is issue of debenture. So first, let's discuss about what is debenture. Debentures are one of the securities used by a company to find the required capital. അതായത് നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഇസ് ഇന്നെവിറ്റബിൾ. ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ക്യാപിറ്റൽ. ഈ ഒരു ക്യാപിറ്റൽ കണ്ടെത്താൻ ഒരു കമ്പനിയുടെ മുൻപിൽ ഒരുപാട് സോഴ്സുകളുണ്ട് അല്ലെ. നമുക്കറിയാം മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കമ്പനിക്ക് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അത് പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെയും പബ്ലിക് പ്ലേസ്മെന്റിലൂടെയും അല്ലെ നമുക്ക് നേരിട്ട് അറിയാവുന്ന പ്രൈവറ്റ് പാർട്ടീസിനും അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കോമൺ പീപ്പിളിനും ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് കണ്ടെത്താം. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അങ്ങനെ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സോ ഇത്തരത്തിൽ കമ്പനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന മറ്റൊരു സെക്യൂരിറ്റി ആണ് എന്ത്, ഡിബെഞ്ചർ. സോ ഡിബെഞ്ചറിന്റെ പ്രത്യേകം നമുക്ക് എടുത്ത് പറയാം. It is a debt instrument which acknowledges the borrowed capital of a company. അതായത് ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ക്യാപിറ്റലിനെ സൂചിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയാണ് ഡിബെഞ്ചർ, വിച്ച് അക്നോളജസ് ദ ബോറോവ്ഡ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനി കടമായിട്ട് എത്ര എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്, പബ്ലിക്കിന് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് കടമായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിബെഞ്ചേഴ്സ്. ഇതിനെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഷെയറിൽ നിന്നും പല വ്യത്യാസങ്ങളും നമ്മുടെ ഡിബെഞ്ചേഴ്സിൽ. ബിക്കോസ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് അല്ലെങ്കിൽ കടം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് മുകളിൽ ഒരു ഫിക്സഡ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും കമ്പനി കമ്പൽസറിലി ഹാവ് ടു പേ ദി ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് എത്രയാണോ നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കമ്പനി നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. അതാണ് ഒന്നാമത്തെ ഒരു വ്യത്യാസം. പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രിഫറൻസ് കേസിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അവിടെ ചില കേസിൽ എന്ത് വരുന്നുണ്ട്, എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ലാഭം ഉണ്ടെങ്കിൽ ആ വർഷം കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണം എന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡിബെഞ്ചർ എന്ന് വെച്ചാൽ പക്ക ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കടം വാങ്ങിയ ക്യാഷിനെ കാണിക്കാനുള്ള സെക്യൂരിറ്റി ആണ്. സോ അതിന് മുകളിൽ എന്ത് ചെയ്യേണ്ടി വരും, എത്രയാണ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ആ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ മീൻസ് ആരുടെ കയ്യിൽ നിന്നാണ് എത്ര ക്യാഷാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ആരാണ് ഡിബെഞ്ചർ ഹോൾഡർ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. സോ ഡിബെഞ്ചേഴ്സ് ആർ വൺ ഓഫ് ദി കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ്. നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് വേണ്ട ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആണ് എന്ത് നമ്മുടെ ഡിബെഞ്ചർ. സോ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എന്തായാലും നമ്മുടെ ഷെയർ ഇഷ്യൂ, അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഡിബെഞ്ചർ ഇഷ്യൂ എന്നുള്ളത് കണ്ടെത്താൻ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ എന്നതിനെ പറ്റി പഠിക്കാനുണ്ട്. സോ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ മീൻസ് എന്താണ്, ദ ഇഷ്യൂയിങ് ഓഫ് ഡിബെഞ്ചർ ടു ദ പബ്ലിക് ഓർ പ്രൈവറ്റ് പാർട്ടീസ്. നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ള ഡിബെഞ്ചറിനെ ഇഷ്യൂ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇഷ്യൂയിങ് ഓഫ് ഡിബെഞ്ചർ മീൻസ് ടു ഇഷ്യൂ ദ ഡിബെഞ്ചർ ടു ദ പബ്ലിക് ഓർ എനി അതർ പാർട്ടീസ് ഫോർ റൈസിംഗ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ ഫേം. ദെൻ നമുക്ക് ചില ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് നോക്കാം. പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷൻ ആണ് ഡിബെഞ്ചറിൽ വരുന്നത്. ഒന്നാമത് ഓൺ ദി ബേസ് ഓഫ് രജിസ്ട്രേഷൻ, രണ്ടാമത് ഓൺ ദി ബേസ് ഓഫ് സെക്യൂരിറ്റി, മൂന്നാമത് ഓൺ ദി ബേസ് ഓഫ് റിഡംപ്ഷൻ, ആൻഡ് ഫൈനലി ഓൺ ദി ബേസിസ് ഓഫ് കൺവേർഷൻ. So first case is classification on the basis of registration. It includes 2 types. The first one is registered debenture and the next one is bearer debenture. This is based on the registration and non-registration. അതായത് ഈ ഒരു കേസിൽ 2 പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് വരുന്നത്. ഓൺ ദി ബേസ് ഓഫ് രജിസ്ട്രേഷൻ, രജിസ്റ്റേർഡ് ആൻഡ് ബിയറർ. അപ്പൊ നമുക്കറിയാം ഡിബെഞ്ചറിന്റെ കേസിൽ പ്രിഫറൻസ് ഷെയർ പോലെ തന്നെ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിൽ ഒരു കോമൺ ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എത്ര ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് എത്ര ക്യാപിറ്റലാണ് നമ്മൾ റൈസ് ചെയ്തിട്ടുള്ളത്, ആ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, ആരാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. സോ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കേസ് രജിസ്റ്റേർഡ് ഡിബെഞ്ചറിന്റെ കേസിലാണെങ്കിൽ കമ്പനി ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് കമ്പനി എത്ര ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഓരോ ഡിബെഞ്ചർ വാങ്ങുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ പേര് ഡീറ്റെയിൽസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി കമ്പനി ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കേസിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഈ ക്യാഷ് തിരിച്ചു കൊടുക്കുന്ന സമയത്തും രജിസ്റ്ററിൽ ആരുടെ പേരാണോ അവർക്കാണ് എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക. പക്ഷെ രണ്ടാമത്തെ കേസിൽ ബിയറർ ഡിബെഞ്ചർ ആണ്. ഇവിടെ പെർട്ടിക്കുലർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പകരം നമ്മൾ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഡിബെഞ്ചർ ആരുടെ കയ്യിലാണോ അതിന് പക്ഷെ ആൾ മാറിയിട്ടുണ്ടായിരിക്കാം. നമ്മൾ മുൻപ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ക്യാഷ് കൊടുത്ത ആളുടെ കയ്യിലായിരിക്കണം എന്നൊന്നുമില്ല. ആരുടെ കയ്യിലാണോ ആരാണോ അത് ബിയറർ ഓഫ് ദി ഡിബെഞ്ചർ ആരുടെ കയ്യിലാണോ അയാൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്യാഷ് റിട്ടേൺ ചെയ്യാം. അതാണ് ഫസ്റ്റ് കേസ് ഓൺ ദി ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. ദ നെക്സ്റ്റ് കേസ് ഓൺ ദി ബേസിസ് ഓഫ് സെക്യൂരിറ്റി. അതിൽ സെക്യൂർഡ് ഡിബെഞ്ചർ ആൻഡ് അൺസെക്യൂർഡ് ഡിബെഞ്ചർ എന്ന 2 പോർഷൻ ആണ് വരുന്നത്.
രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ഈസ് സെക്യൂർഡ് ഡിബഞ്ചർ. നമുക്കറിയാം നമ്മൾ ഇൻ ദി ഫോം ഓഫ് ലോൺ, ഒരു ലോൺ എടുക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ ക്യാഷ് കടമായിട്ട് വാങ്ങുന്നത്. നമ്മൾ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലിനെ കാണിക്കുന്നതാണ് ഡിബഞ്ചർ. സോ നമ്മൾ കടം വാങ്ങുകയാണെന്ത് ക്യാഷ്. സോ അങ്ങനെ ക്യാഷ് കടം വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ലോൺ ബാങ്കിൽ കേസ് എടുത്ത് നോക്കാം. നമ്മൾ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ലോൺ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വരും, നമ്മുടെ എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരിക. നമ്മൾ വീടിന്റെ ആധാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാൻഡിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വരും, നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിനെ ഏൽപ്പിക്കേണ്ടി വരും. സോ അതുപോലെ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ക്യാഷ് വാങ്ങുന്ന സമയത്ത് ആ ഡിബഞ്ചർ ഏതെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ്, ഒരു വാല്യൂബിൾ ആയിട്ടുള്ള തിങ് എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യണം ആസ് സെക്യൂരിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നമ്മൾ ആ ക്യാഷ് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്താണ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് അവർക്ക് എടുക്കാം അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കമ്പനി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി നമ്മളുടെ ഡിബഞ്ചറിൽ മെൻഷൻ ചെയ്യുന്നതാണ് സെക്യൂർഡ് ഡിബഞ്ചർ. സോ കമ്പനി ക്യാഷ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സെക്യൂരിറ്റിയിൽ പറഞ്ഞ അസറ്റ് അല്ലെങ്കിൽ ഒരു ആ പെർട്ടിക്കുലർ തിങ് എന്താണോ അത് ആർക്ക് എടുക്കാം, ആരോട് ക്യാഷ് കൊടുത്ത് അവർക്ക് എടുക്കാം. ദ നെക്സ്റ്റ് കേസ് അൺസെക്യൂർഡ് ആണ്, നേരെ ഓപ്പോസിറ്റ്. അത്തരത്തിലുള്ള യാതൊരു സെക്യൂരിറ്റി ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് കേസ് ഓൺ ദി ബേസിസ് ഓഫ് റിഡംഷൻ ആണ്. റിഡംഷൻ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കമ്പനിയിലേക്ക് തന്നെ ആ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ആ സമയം നമ്മുടെ ക്യാഷ് തിരിച്ചു തരും. സോ അതാണ് റിഡംഷൻ. നമുക്ക് റിഡംഷനിൽ റെഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്, നോൺ അല്ലെങ്കിൽ ഇറഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്. ഇപ്പൊ റെഡീമബിൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്, ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ്, ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പനിയിലേക്ക് ഈ ഒരു ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും. ആ ഡിബഞ്ചർ എന്ത് ചെയ്യേണ്ടി വരും, കമ്പനിയിലേക്ക് തന്നെ മടക്കേണ്ടി വരും. സോ അതാണ് റെഡീമബിൾ. ഫിക്സഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ആ ഡിബഞ്ചർ കമ്പനി തിരിച്ചു വാങ്ങും. ദ നെക്സ്റ്റ് കേസ് ഇറഡീമബിൾ ആണ്, ഓപ്പോസിറ്റ് ടു ദി റെഡീമബിൾ ഡിബഞ്ചർ. എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഡിബഞ്ചർ പകരം തിരിച്ചു വാങ്ങുന്നില്ല, ആൻഡ് അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കുന്നില്ല. ഇതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇതിൽ താല്പര്യമുള്ള ഡിബഞ്ചർ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇപ്പൊ ഇറഡീമബിൾ കേസിൽ എന്താണ്, കമ്പനി അവസാനം വരെ കമ്പനിയുടെ പൂട്ടി പോകുന്നത് എന്നാണോ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിബഞ്ചർ കൈവശം വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മാസം അല്ലെങ്കിൽ വർഷം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ നമുക്കത് മതിയെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഒരിക്കലും നമുക്ക് താല്പര്യമുള്ള സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തിരിച്ചു കിട്ടും. ഡിബഞ്ചറിന്റെ മുകളിൽ നമ്മൾ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടും. സോ അതുവരെ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇറഡീമബിൾ ഡിബഞ്ചറിനെ ചൂസ് ചെയ്യാം. then ഫൈനൽ കേസ് കൺവേർഷൻ ആണ്. അതിൽ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട്. അപ്പൊ കൺവേർട്ടബിൾ ഡിബഞ്ചറിന്റെ കേസ് എന്താണ്, ദ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിബഞ്ചർ ആണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ കൺവേർട്ടബിൾ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് കൺവേർട്ടബിൾ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിനെ നമുക്ക് ഒരിക്കലും ഷെയർസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി ഒരു മുൻപ് പറയാൻ വിട്ട ഒരു ചെറിയ പോയിന്റ്, നമുക്കറിയാം ലോൺ അല്ലെ, ആൾമോസ്റ്റ് നമ്മുടെ ഡിബഞ്ചർ ലോണിനോട് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ലോൺ എടുത്തുകൂടാ, ഒരുപാട് ആളുകളുടെ കയ്യിലൊന്നും ക്യാഷ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് വാങ്ങുന്നതിന് പകരം ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എന്തുകൊണ്ട് എടുത്തുകൂടാ. അവിടെയാണ് ഈ ഒരു കേസിൽ ചെറിയൊരു വ്യത്യാസം. നമുക്ക് ഈ ഒരു ഡിബഞ്ചറിന്റെ പ്രത്യേകത വിച്ച് ഈസ് ലോങ് ടേം ആണ്. അതായത് ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് സമയത്തേക്ക് നമുക്കൊരു ക്യാഷ് റിക്വയർഡ് ആണ്. നമുക്കറിയാം ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ആ ബാങ്കിന് നിശ്ചിതമായിട്ട് അല്ലെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എവിടെ ഇല്ല, നമ്മുടെ ഡിബഞ്ചറിൽ ഇല്ല. ബിക്കോസ് ഡിബഞ്ചറിന്റെ ടൈം പീരീഡ് ഫിക്സ് ചെയ്യുന്നത് കമ്പനിയാണ്. സോ കമ്പനിക്ക് ഒരു ലോങ് പീരീഡിലേക്ക് ക്യാഷ് ആവശ്യമാണെങ്കിൽ ആ പീരീഡ് കമ്പനിക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ പീരീഡിൽ കമ്പനിയിലേക്ക് ക്യാഷ് കൊടുക്കാൻ തയ്യാറുള്ള ആളുകളിൽ നിന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്താൽ മതി. സോ അതാണ് ഒരു മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ ലോൺ ആൻഡ് ഡിബഞ്ചർ. അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുമായി ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്, നമ്മുടെ ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ലോണുമായിട്ട് സിമിലർ. സോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും തിയററ്റിക്കൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് ഇക്വിറ്റി നമ്മുടെ ഷെയറും അതേപോലെ തന്നെ ഡിബഞ്ചറും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ഷെയർ എന്ന് വെച്ചാൽ കമ്പനിയുടെ ഓൺലി ക്യാപിറ്റൽ ആണ്, ഡിബഞ്ചർ എന്തായിരിക്കും, ബോറോഡ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ ഡിബഞ്ചറിന് മുകളിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്, പക്ഷേ എന്തല്ല നമ്മുടെ ഷെയറിന് മുകളിൽ അങ്ങനെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഈ ഷെയറിന്റെ മുകളിൽ എന്താണ് ഡിവിഡൻഡ് കൂടാൻ കുറയാം അല്ലെ, ലാഭത്തിനനുസരിച്ച് കൂടാൻ ലാഭം കുറയുന്നതിനനുസരിച്ച് കുറയാം. പക്ഷെ ഡിവിഡൻഡ് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല, ലാഭം ഉണ്ടെങ്കിലും നഷ്ടമാണെങ്കിലും എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. സോ അങ്ങനെയുള്ള കോമൺ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. സോ നമുക്ക് ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിലൊരു തിയറി ആയിട്ട് നമുക്ക് ഈ ഒരു ഡിബഞ്ചർ ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിന്റെ കേസിൽ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.